ഇറ്റ്സ് റെയിനിങ്. മഴ പോലെ ആർദ്രമായിരുന്നു വിക്ടർ ജോർജ് എന്ന ഫോട്ടോഗ്രാഫർ. മഴയെ സ്നേഹിച്ച, മഴയുടെ വിവിധ ഭാവങ്ങളെ മറക്കാനാകാത്ത ഫ്രെയിമുകളിലാക്കിയ വിക്ടറിനെ 2001 ജൂലൈ 9 മഴ കൊണ്ടുപോയി. വെണ്ണിയാനിമലയിലെ ഉരുൾപൊട്ടലും മഴ ചിത്രങ്ങളും പകർത്താനായി പോയ മനുഷ്യൻ മഴയ്ക്കൊപ്പം ഇനിയൊരിക്കലും തിരിച്ചു വരാനാകാത്ത യാത്ര പോയി എന്ന് പറയുന്നതാകും കുറെ കൂടി ശരി. മഴയുടെ വേഷപ്പകർച്ചയും ഗൃഹാതുരതയും മഴ നടത്തവുമെല്ലാം മലയാളികൾക്ക് കുറെ കൂടി അനുഭവവേദ്യമാക്കിയതിനു പിന്നിൽ വിക്ടർ ജോർജിന്റെ ഫ്രെയിമുകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. മൊത്തം മഞ്ഞും ചേറും ചെളിയും ഒക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാം പെരിങ്ങാശ്ശേരിയിൽ സ്കൂളിലായിരുന്നു ക്യാമ്പിൽ. ഞങ്ങൾ 5-15 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഉരുൾപൊട്ടിയ മണ്ണിനടിയിൽ നിന്ന് 2 ദിവസം കഴിഞ്ഞാണ് ദേഹം കണ്ടെടുത്തത്. അടുത്തായി മഴ ചിത്രങ്ങളെ നെഞ്ചോടടുക്കിയ പ്രിയപ്പെട്ട നിക്കോൺ ക്യാമറയും ഉണ്ടായിരുന്നു. 24 വർഷം പിന്നിടുന്നു വിക്ടർ ഇല്ലാതായിട്ട്. തലേദിവസം വൈകിട്ട് ഞങ്ങളൊരു 6:30 ആയപ്പോൾ അതിലെ വന്നിട്ട് ഞാൻ പറഞ്ഞ അവിടെ ഒരു കറുപ്പ് കാണുന്നുണ്ട്, നോക്കുന്നു. വെള്ളമൊക്കെ തിരിച്ചു വിട്ട് അത് ശരിയാക്കി തോട്ടത്തിലുള്ളവരെ ഇറക്കി വിടുകയല്ലോ. നേവിക്കാരൊക്കെ ഇനി വന്നേച്ച് അവരത് മുക്കിയെടുത്തോണ്ട് പോവുകയും ചെയ്തു. അത് കാരണം പേടിച്ചിട്ട് ഇവന്മാരെ ഇറക്കി വിടുകയല്ലോ. അങ്ങനെ രാത്രിക്ക് പിറ്റേ ദിവസം ചെന്നപ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ സാധനം. വിടവാങ്ങലിന്റെ നൊമ്പരത്തിന്റെ പെരുമഴക്കാലം തോരുന്നേയില്ലല്ലോ വിക്ടർ. പുതിയ കാലത്തിന്റെ കുട്ടികൾ വരെ ചിത്രങ്ങളെടുക്കാൻ മഴയത്തിറങ്ങുമ്പോൾ വിക്ടർ ജോർജ് എന്ന കുട ചൂടുന്നു. മഴയുള്ള കാലത്തോളം മലയാളി മറക്കില്ല താങ്കളെ, പ്രിയ വിക്ടർ ജോർജ്.